ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ് ലോസ് അഥവാ ഗണത്തിലെ നിയമങ്ങളെ പറ്റിയാണ്. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇച്ചിരി പാടാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അതിൻ്റെ എഴുത്ത് റെപ്രസെൻറ്റേഷനുകൾ വെച്ചിട്ട് മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ. ഈവൻ നമ്മുടെ സ്കൂളുകളിലും അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററുകളിലും എല്ലായിടത്തും പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ വെറും എഴുത്ത് വെച്ച് മാത്രവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഇമേജ്, ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ നിയമം നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലാ അഥവാ ക്രമമാറ്റ നിയമമാണ്. അപ്പോൾ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ ഇതിനോടകം തന്നെ മുൻപുള്ള വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷനുകൾ യൂണിയനും ഇൻ്റർസെക്ഷനുമാണ്. അപ്പോൾ യൂണിയൻ വെച്ചിട്ടാണ് ആദ്യത്തെ ക്രമമാറ്റ നിയമം അഥവാ കമ്മ്യൂട്ടേറ്റീവ് ലാ പറയുന്നത്. അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. ഇനി നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എ യൂണിയൻ ബി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് സെറ്റ് എ ആൻഡ് സെറ്റ് ബി, എയിലെയോ ബിയിലെയോ അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും ഉള്ളതുമായിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും കളക്ഷൻ, അങ്ങനെ ചേരുന്ന ഒരു സെറ്റിൽ പറയുന്ന പേരാണ് എ യൂണിയൻ ബി. അപ്പോൾ എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും തുല്യമായിരിക്കും എന്നുള്ളതാണ് ക്രമമാറ്റ നിയമം പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എ യൂണിയൻ ബി പടത്തിൽ കാണിച്ചിരിക്കുന്ന വെൻ ഡയഗ്രം നോക്കുക. എയിനെ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എ യൂണിയൻ ബിയിൽ എ പറയുന്നത് ഒരു എ എന്ന് പറയുന്ന സർക്കിളിനെ നമ്മൾ പച്ച നിറം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അതും ബിയുമായി ചേരുമ്പോൾ എ യൂണിയൻ ബി നമുക്ക് കിട്ടുന്നു. അതാണ് ഒന്നാമത്തെ ലൈനിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. എയിലെയോ ബിയിലെയോ അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും വരുന്ന അംഗങ്ങളുടെ ചേർച്ച. ഇനി നമുക്കതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ഒന്ന് കണ്ണോടിക്കാം. തിരിച്ച് പറയുന്ന ക്രമമാറ്റ നിയമം വരുത്തിയിട്ടുള്ള ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ പറയുന്നത് ബി യൂണിയൻ എ. ആദ്യം ബി എടുക്കുക, പിന്നെ എ എടുക്കുക, ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ 3 ഏരിയകളെയാണ് ഇത്. ഈ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന വെൻ ഡയഗ്രത്തിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ആ യൂണിവേഴ്സൽ സെറ്റിനകത്ത് എ എന്ന് പറയുന്ന വൃത്തത്തിനെയും ബി എന്ന് പറയുന്ന വൃത്തത്തിനെയും രണ്ടിലും അകത്ത് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ആ ഏരിയയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3 ഏരിയകളെയാണ് നമ്മൾ പച്ച നിറം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ എന്ന് പറയുന്നത് എയിലെ അംഗങ്ങളെ എടുക്കുക, എന്നിട്ട് ബിയിലെ അംഗങ്ങളെ എടുക്കുക, ഇത് രണ്ടിൻ്റെയും അംഗങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നത് ആദ്യം, പിന്നെ ബിയിലെ അംഗങ്ങളെ എടുത്ത് എയിലെ അംഗങ്ങളെ ശേഷം എടുത്ത് കൂട്ടി യോജിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. ഇനി ഇതേ ക്രമമാറ്റ നിയമം നമുക്ക് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അതും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. വെൻ ഡയഗ്രാം വെച്ച് തന്നെയാണ് ഇതും നമ്മൾ എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി, ആദ്യം എ എടുക്കുന്നു, എന്നിട്ട് ബി എടുക്കുന്നു, എയിലും ബിയിലും രണ്ടിലും വരുന്ന ഭാഗം ഏതാണെന്ന് പച്ച നിറം കൊണ്ട് മനസ്സിലാക്കുന്നു. അതിൻ്റെ എൽ എച്ച് എസ് സൈഡ്, അതല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ആദ്യം വരച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എയുടെയും ബിയുടെയും രണ്ടിലും വരുന്ന ഒരു ഭാഗം മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ RHS നമ്മൾ എടുക്കുമ്പോൾ ആദ്യം ബി നമ്മൾ എടുക്കുന്നു, പിന്നെ എ എടുക്കുന്നു, ഇതിൽ രണ്ടും വരുന്ന ഭാഗം വെൻ ഡയഗ്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ വന്ന ആ ഏരിയ, പച്ച നിറത്തിൽ ഇത്തവണയും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ആ ഏരിയ നേരത്തെ നമ്മൾ വരച്ച് വെച്ച ഏരിയയുടെ തുല്യം തന്നെയാണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇൻ്റർസെക്ഷൻ എക്ക് തുല്യമായിരിക്കും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ലോയ്ക്ക് നമ്മൾ പറയുന്ന പേര് ക്രമമാറ്റ നിയമം അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ലാ.